ഒഴിവുള്ള സമയത്തേ ചുരിദാർ ഇങ്ങനെ ഷെയ്പ്പാക്കിയതില്ലേ, ഇങ്ങനെ ഒന്ന് അഴിച്ചു വിടുന്നത് നല്ല സുഖമല്ലേ. ഷെയ്പ്പാക്കി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എനിക്ക് ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച് ലൂസിലിടണം കേട്ടോ നമ്മൾ. അപ്പോൾ അത് കാരണം ഒന്ന് വലിച്ചു വിടാമെന്ന് മാത്രം. ഉണ്ട് ഈ കളറ് എല്ലാവർക്കും എനിക്ക് ഈ കളറിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കളറ് എനിക്ക് കഴിഞ്ഞ ഓണത്തിന്, നമ്മുടെ കഴിഞ്ഞു പോയ ഓണമില്ലേ, ആ ഓണത്തിന് എടുത്താട്ടോ അത്. ഇപ്പോഴാണ് നമ്മളത് ഷെയ്പ്പാക്കി. ഉച്ചയ്ക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇന്നത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കിച്ചു പഠിക്കുന്ന കാണിച്ചു കൊടുക്കട്ടാ. എൻ്റെ അമ്മയെ കയ്യും കൊണ്ട് തുന്നിയിട്ടാണ് കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഷെയ്പ്പാക്കി തന്നിരുന്നത് തുണി. ഇന്നൊക്കെ മെഷീനില്ല, അന്ന് കയ്യും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് തുന്നു. ശരിക്കും ഞാനൊക്കെ വിചാരിക്കാറുണ്ട് അമ്മയ്ക്ക് ആ പണിയൊന്നും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തുന്നൽ പണിയൊക്കെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ അമ്മയ്ക്ക് അതിലൊരു കര കയറാൻ പറ്റിയെന്ന് തോന്നുന്നു. അമ്മ നന്നായി തുന്നില്ലേട്ടാ. അടിപ്പാവാടയൊക്കെ കയ്യും കൊണ്ട് തുന്നിയിട്ടുണ്ട്. എപ്പോഴും പറയും കേട്ടോ, എന്ത് പറയുന്നറിയോ, അമ്മൂനും അച്ചൂനൊക്കെ ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ച് കൊടുക്കണേ പറയും. അപ്പം ഞാൻ പറയും എന്താ അമ്മ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് എന്തെങ്കിലും ഒരു തൊഴിലില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കണതിൻ്റെ കൂടെ തന്നെ ഈ ഫാഷൻ ഡിസൈനിങ്ങോ കമ്പ്യൂട്ടർ കോഴ്സോ അതേപോലെ തന്നെ ബ്യൂട്ടീഷ്യനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ, നമ്മുടെ ആവശ്യത്തിനുള്ളതെങ്കിലും ആവില്ലേന്ന്. മക്കൾക്കും കൂടി ഉഷാറ് വേണ്ടേ അല്ലേ? അല്ലാണ്ട് നടക്കുന്നത് മക്കൾക്ക് ഉഷാറിനെങ്കില്ല മക്കൾ പഠിക്കും. മക്കൾക്ക് വരെ ഈ പോയി പഠിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഞാൻ ആഗ്രഹിച്ച തന്നെ കിട്ടിയിട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് നേഴ്സായിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും എത്ര വർഷം പോയി കേട്ടോ ഞാൻ? 3.5 വർഷം മറ്റേ ഡോക്ടറിൻ്റെ കൂടെ ഒന്നില്ലേ, അപ്പോൾ 4.5 വർഷം. 4.5 വർഷം ഞാൻ പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയത്. അന്നെൻ്റെ കിച്ചു LKG പഠിക്കുന്ന സമയത്ത് ഞാൻ കയറി. കിച്ചുവിന് എത്ര ആയിട്ടാണ് ഞാൻ നിർത്തിയത്? കൊറോണ സമയത്താണ് കേട്ടോ നിർത്തിയത്. കിച്ചു 1-ലോ 2-ലാവുമ്പോഴാണ് നിർത്തിയത്. കിച്ചുവിനെ ചെറിയ കുട്ടിയാവുന്ന സമയത്തേ ഞാൻ പോയിരുന്നു. അതാണ് ആഗ്രഹിച്ചിരുന്നത്. എനിക്കത് കുറച്ച് വർഷങ്ങളാച്ചാൽ കുറച്ച് വർഷങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മളെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ നാട്ടിൻപുറത്തൊക്കെ ക്ലിനിക്ക് ഇട്ടിട്ടൊന്നും കാര്യമില്ലാന്ന്. ആൾക്കാർക്ക് ഇപ്പോഴും പല്ലാണ് വെച്ചാലും സൗന്ദര്യമാണ് പറഞ്ഞു വെച്ചാലും എന്താ അപ്പം അത് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇത് പറയല്ല, ആരെങ്കിലും ഈ ജീൻസിൻ്റെ ടൈറ്റുള്ള പാൻറ്റും അതേപോലെ തന്നെ ബനിയനൊക്കെ ഇട്ട് വെച്ചാൽ എന്താ അല്ലേ കോലം പറയും. നമ്മൾ തന്നെ എത്ര വയസ്സായ ആൾക്കാർ ഇടുന്നുണ്ട് ചേട്ടാ? നമ്മൾ ഇന്നാള് പാലക്കാട് പോയപ്പോൾ എത്ര അമ്മമാരെ കണ്ടു അങ്ങനെ. നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ നെയ്റ്റി വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രായമായ ആ നെയ്റ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഓയിൽ സാരികളില്ലേ, ഓയിൽ സാരികൾ കൊടുക്കും. എൻ്റെ അമ്മ തന്നെ ഞാൻ പറയാറില്ല, എൻ്റെ അമ്മ എപ്പോഴും മുണ്ടും ജാക്കറ്റ് എടുക്കുക. വീഡിയോയിൽ കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അമ്മ നെയ്റ്റി ഇട്ടെന്ന് കാണുന്നില്ല കേട്ടാ. അല്ലെങ്കിൽ അമ്മ അതും കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവും. സുകന്യൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തിനാണോ നമ്മളെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകട്ടോ. അപ്പോൾ പോയിട്ട് വൈകുന്നേരം തന്നെ വരും. കുട്ടികൾ വരുമ്പോഴേക്ക് ഇതാണ്ടോ കടല. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല. അവനൊന്നും വരുന്നില്ല. ഉപ്പിട്ടിട്ട് നിലക്കടല വേവിച്ചേക്കുക കേട്ടോ. ഇത് അമ്മ ഉരുളക്കിഴങ്ങില്ലേ, ഇയ്യുണ്ടോ? ഇയ്യ് വന്നോ. ഉരുളക്കിഴങ്ങ് അമ്മ വെറുതെ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് വെറുതെ കഴിക്കുക. വെറുതെ അല്ലേ അമ്മൂട്ടി കഴിക്കണേ? ഇതിലെന്തെങ്കിലും ഇടുന്നുണ്ടോ? അമ്മൂന് അങ്ങനെ ഇഷ്ടാട്ടോ ചേമ്പ് പുഴുങ്ങി ഇയ്യണ്ടേ. അമ്മ ഉരുളക്കിഴങ്ങ് കണ്ടോ തൊലി കളഞ്ഞ് വേവിച്ചിട്ട് ഇനി അതിൽ എന്തൊക്കെയാ അമ്മ ഇടുക? എന്നിട്ടോ മസാല ഇടുമോ? വെറുതെ തിന്നു. ചക്കരക്കിഴങ്ങ് വേവിച്ച പോലെ അല്ലേ നോക്കിയേക്ക് ഉരുളക്കിഴങ്ങ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അമ്മൂട്ടിക്ക് ഇഷ്ടം. എന്താണിത് ഉപ്പ്? പ്രോട്ടീൻ. എത്ര പ്രോട്ടീന്?
അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവള് കഴിക്കട്ടെ അല്ലേ? കിച്ചുവിന് ഇഷ്ടമുള്ള പോലെ കിച്ചു പോയിട്ട് 2 ക്യാരറ്റ്, ഒരു ഉള്ളി, ഒരു തക്കാളി എടുത്തിട്ട് വന്ന. ക്യാരറ്റ്, ഒരു വെല്ലുള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക് എടുത്തിട്ട് വന്ന. അറിയോ? കളറൊക്കെ അറിയോ? നന്നായിട്ടുണ്ടാവും മൂട്ടി. അല്ല, ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ രീതിയിലല്ലേ അല്ലേ? സുകന്യേ, നിന്റെ മകന് വെള്ളം ചൂടെടുക്കുക അത്രേ. ഒരു ചൂടും ഇല്ല വെള്ളം. പൊന്തങ്കായ വേണത്ര, പൊന്തങ്കായ. ഈ പൊന്നുല്ലേ വളവനാട്ടോ, വളവൻ. പറങ്കി മാങ്ങ വീണ് കിടക്കണേ. അതാ പോയി എടുക്ക, അതിന്റെ പറങ്കേണ്ടി എടുക്ക്. എന്നാണ്ടോ നോക്കിയൊക്കെ പറങ്കി മാങ്ങ വെക്കണത്. അത് പിന്നെ അത് മൂത്തക്കണേ. അണ്ടിപ്പുട്ട് അടിക്കുമ്പോ എന്റെ അടുത്തില്ലേ ചോദിക്കരുത് കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ടേ. അതാ കണ്ടോ റോട്ടിൽ കിടക്കണ. വണ്ടി വന്നാൽ അതൊക്കെ പോവുള്ളേ. ഒന്നേ കിട്ടണ പറഞ്ഞാ ഒന്ന് എടുക്ക് വെച്ചിട്ടാ. കണ്ടോ? അത് നല്ല പഴ കണ്ടോ? പഴം നല്ല പഴ തിന്നണ്ട. അതാ ഒരു പഴം കണ്ടോ നിക്കണ മോളില്. കുറേ ചൂട് കാരണം പോയിട്ടോ. പക്ഷെ ഇത് എന്താ കണ്ടില്ലേ, നമുക്ക് ഈ പഴം എടുത്തിട്ട് വൈൻ ഉണ്ടാക്കാം കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വിചാരിക്കണു എന്താ പറങ്കി മാങ്ങ കൊണ്ട് വൈൻ ഉണ്ടാക്കണം എന്നുള്ളത്. ആരോ വിളിച്ചിരുന്നു, ഞാൻ നോക്കി നോക്കട്ടെ. കിച്ചുവോ? മേമ ഉറങ്ങി നോക്ക് ഫോണിലോ. എന്താണ്? എന്താണ് പറങ്കി മാങ്ങ? പഴുത്തിട്ടില്ല. പഴുത്തിട്ട് അറുത്തരാം. നാരങ്ങ നീരുണ്ടോ കേട്ടോ? വേണ്ട 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 വേണ്ട. അമ്പോ വേണ്ട, കല്ലെടുത്തെറിയൊന്നും വേണ്ട. വേണ്ട പന്നി. ചാത്തപ്പനെ കടല ഇട്ട് കൊടുത്ത കേട്ടോ. കടല തിന്നാൻ ഇഷ്ടമാണ്. ഇത് ഈ കടല വെറുതെ ഉപ്പിട്ടിട്ട് പുഴുങ്ങി കൊടുത്താൽ, ഞാൻ പറയില്ലേ, ഇവിടെ നിലക്കടല ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അത് പച്ചയാണ് വെച്ചാലും വേണ്ടില്ല, വറുത്തതാണ് വെച്ചാലും വേണ്ടില്ല. എപ്പോഴും ബേക്കറി ഉണ്ടായില്ലെങ്കിലും എറിയട്ടെ. എന്താ കിട്ടി? അയ്യോ, അവൻ ശ്രമിക്കുന്നു നോക്കിയാക്കില്ലേ. ശ്രമിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയരുത് കേട്ടോ. കണ്ടടാ, എന്നാലും അവ അത് ശ്രമിക്കണില്ല നോക്കിയൊക്കെ. അമ്മോ മതി മതി മതി. നിന്റെ കഴിഞ്ഞോ? മതി മുത്തേ, കൊറേ നേരായല്ലോ. എന്താ നീയും വാങ്ങി വന്നിട്ട് ചേച്ചിടുന്ന്. എന്താണ്? തല നനച്ചിട്ടേ 2 ദിവസമായി തല നനച്ചിട്ട്. നാളെ നനച്ചാൽ മതി എന്നോ ഓർഡർ. മതി. അമ്മേനെ കാണാൻ പോവുക പറഞ്ഞാലേ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. എന്താന്നറിയില്ല. എനിക്കതില്ല, എന്നെ കൊണ്ടുപോകില്ലല്ലോ. സങ്കടാവണ്ട മമ്മി. മഴ പെയ്യുമ്പോഴാണ് പേടി തോന്നുന്നത്. എന്താ പെട്ടെന്ന് കറണ്ട് പോവും ചെയ്യാ. എന്ത് പറങ്കി കളി അപ്പിയാണ് അത്. കളി അതുപോലെ വീഴട്ടെ കേട്ടോ. പഴുക്കട്ടെ എന്നിട്ട് അച്ചാർത്ത് കേട്ടോ. അച്ചാർത്തരാ. അവിലും കൊണ്ട് ഞാൻ മിച്ചർ ഉണ്ടാക്കണം വിചാരിച്ചോട്ടോ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്താ
കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നതാണ് ഈ കടല. അപ്പോൾ കുറച്ച് കുട്ടികൾ കഴിക്കുക കളയുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പുഴുങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇതാട്ടോ. പിന്നെ ഇതിൽ മല്ലിയിലേക്ക് ഇടാം. പക്ഷെ നമ്മുടെ മക്കൾക്കില്ലേ ഈ പച്ച മല്ലിയില കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് അവർ കഴിക്കില്ല. ബാ പൊന്നേ. അതെന്താ കിട്ടി അതവിടെ ഇരുന്നോട്ടെ. അത് ചാത്തപ്പനുള്ളതാണേ. ചാത്തപ്പന് കൊടുത്തേ കുട്ടി ഇങ്ങോട്ട് വാ. അവന്റെ അപ്പായിരുന്നേ. അതിനെങ്ങനെയാന്നറിയോ, പകുതി തിന്നാ കളയുക. അപ്പൊ ഞാൻ എന്താ വിശക്കട്ടെ, നല്ല വിശക്കുമ്പോഴാണ് ഒന്നുമില്ല. നാരങ്ങ കഴിഞ്ഞില്ലേ? അവിടെ ഇല്ലല്ലോ. ഇതാട്ടോ മിക്സ് ആക്കി ബിരിയാണി ഉണ്ടാക്കില്ലേ? ആ ഇത് ഏട്ടാ അമ്മൂന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവത്രേ. അമ്മ എന്നാ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കോ, അമ്മയും അച്ഛനും പാടെ പോവാട്ടോ. ചൊറിയുടെ നായ. ആ സുകന്യേ എന്നാ വായോ അങ്ങോട്ട് വാ. കുട്ടി പാപ്പ എന്നോ കുറച്ച് കുരുമുളക് പാപ്പ എന്നാ വാ. എന്നാ പാപ്പ എന്നാ കടല പാപ്പ എന്നാ. അത് അച്ഛ പൊട്ടിച്ചേരാ വാ. അമ്മ ചാടിയാ മതി, വേഗം കിട്ടും. കുരുമുളക് പൊടി ചാട്. എന്നാ സൂര്യ കഴിച്ചോ. ബാക്കിയുള്ളത് പുഴുങ്ങിയത് കുട്ടികൾ വരുമ്പോ കൊടുക്കട്ടോ. ചായ വെച്ച് കൊടുക്കുമ്പോ ഇത് മാത്രം കഴിച്ചാൽ മതി, തടി കുറയും. ഇല്ലെങ്കിൽ വേണ്ട. അത് കൊടുക്കണ്ട. മല്ലിയിലേക്ക് കൂട്ടാ, നാരങ്ങ നീര് കൂട്ടാട്ടോ. ഈ സംഭവം ഒന്നും നമ്മുടെ കയ്യില് മല്ലിയിലേക്ക് ഇഷ്ടംപോലെ. ഏട്ടന്റെ വായിലിട്ട് നാരങ്ങ നീരും കൂടി ഉണ്ടെങ്കിൽ അല്ലേ? വരുവില്ലേ? നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അമ്മ എന്താ അവിടെ കാട്ടുന്നു? കുത്തി വരുന്ന നോക്കേട്ടാ. എന്നൊക്കെ ഇത് നോക്കാം. എന്നാ ടേസ്റ്റ് ഉണ്ട്. നാരങ്ങയുടെ നീരും കൂടി ഒരു പുളിപ്പ്. സുർക്ക് ഒഴിച്ചാലോ? നല്ലതാ. ഒഴിച്ചാലോ? വെച്ചില്ലേ സുകന്യേ എന്നാടി ഇത് കഴിച്ചോ? അത് പൊന്നു കൊടുത്തില്ലേ? നാരങ്ങ നീര് മല്ലിയില. അമ്മ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകത്ര കേട്ടോ. അപ്പോൾ എന്തായാലും കട്ട്ലേറ്റ് ഉണ്ടാക്കട്ടെ. ഉരുളക്കിഴങ്ങ് അമ്മ ഉള്ളി ഒക്കെ വഴറ്റണം. എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, എന്നിട്ട് ഇത് അതിലേക്ക് മിക്സ് ചെയ്യുക. മനസ്സിലായോ? ഉണ്ടാക്കിയാൽ മതിയേ, ഷേപ്പ് കിട്ടിയില്ലെങ്കിലേ. എന്നിട്ട് റസ്ക് മിക്സിയിൽ പൊടിച്ചാൽ മതി. റസ്ക് അയോടുണ്ട്. എന്നിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് മല്ലിയില ഇടണം കേട്ടോ. അവള് കട്ട്ലേറ്റ് ഉണ്ടാക്കത്ര. അപ്പോൾ ഷേപ്പ് ചിലപ്പോൾ കിട്ടില്ലല്ലോ. ഇല്ല പറഞ്ഞാൽ അമ്മ ഷേപ്പ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ അറിയോ? കുപ്പിയുടെ അടപ്പില്ലേ, നിങ്ങളുടെ വെള്ളക്കുപ്പിയുടെ അടപ്പ്, ചെറിയ വെള്ളക്കുപ്പിയുടെ അടപ്പില്ലേ, ആ അടപ്പിലേക്ക് മാവ് വയ്ക്കുക, മിക്സ് ആക്കുക. എന്നിട്ടില്ലേ ഇങ്ങനെ കൊട്ടിയാൽ മതി. എന്നിട്ട് ഒരു മുട്ട പതപ്പിക്കുക. മുട്ട അവിടെ ഉണ്ടായിരുന്നല്ലോ ഒന്ന്. അന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കണ. ക്യാൻസൽ. അതാ കണ്ടോ പൊന്നു, അവർ വേണം പറഞ്ഞിട്ട് വാങ്ങിയിട്ട് അവൻ കഴിച്ചാൽ നോക്കി നോക്ക് നീ.
അവിടെ വെച്ചിട്ട് പോയി. അപ്പഴേ നമ്മുടെ പിന്നെ അതവിടെ ഇരിക്കുന്നു കുട്ടികൾക്ക്. പൊന്നോ ഇതാ 3 പേർക്ക് ഇതായിരിക്കണേ. ഇവിടെ വായോ. എന്താ അവിടെ പോയിക്കണ്? വാ. ഇതെന്താ അവിടെ വെക്കണേ? വാ വായോ വായോ. ഒളിഞ്ഞിരിക്കുന്നൊരാൾ പോയിട്ട്. ഒളിഞ്ഞിരിക്കണ്ട ബാ പൊന്ന. ഇനി ആ പറങ്ങി മാങ്ങ കിട്ടുന്ന വരെ ആ കുട്ടിക്ക് ഒരു സമാധാനം ഉണ്ടാവും എനിക്ക് തോന്നണില്ലേ. ഇനി അതൊന്ന് താഴെ വീണ വരെ ആ കുട്ടി അതിന്റെ ചോട്ടിലായിരിക്കും. അത് ഞാനൊന്ന് ഇട്ട് കൊടുക്കട്ടെ എന്നാ, ഇല്ലെങ്കിൽ ഇക്കും തൊഴിൽ ഉണ്ടാവില്ല. ഇവിടുന്ന് റോട്ടിക്ക് ഓടും. എന്താ ഇത് കിട്ടാൻ വേണ്ടിട്ടാണേ. നോക്കി നോക്കി എവിടെ നിക്കണെന്ന്. എന്താ പറഞ്ഞു നിക്ക് ഇട്ട് തരാ പറഞ്ഞില്ലേ. ദേഷ്യപ്പെട്ടു നോക്ക്. എന്ത് നീ ഇങ്ങോട്ട് വന്ന കണ്ടോ കണ്ടോ. അത് തിന്നാൻ പറ്റില്ല, അത് പഴുത്തിട്ടില്ല. ഇല്ല, അത് അങ്ങനെ ആയിട്ടുള്ള പഴുത്തിട്ടില്ല. അതൊന്നുകൂടെ പഴുക്കണം പൊന്നു. ആ ശരി, അവിടെ നിന്നയ്യ്. ഞാൻ പറിച്ചു തരാം, എന്നിട്ടേ ഞാൻ പോകണുള്ളൂ. പോരെ, സമാധാനായില്ലേ? ഇനി ഇല്ല ഇവിടെ. നീ വീട്ടിൻ്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങിപ്പോ. ഇനി എവിടെ? ഇനി എവിടെ ഇല്ല. ബാക്കി പഴുക്കട്ടെ. ഇനി പഴുക്കട്ടെ കേട്ടോ. എന്നാ വീട്ടിൽ പോ, ഉള്ളിൽ കയറിപ്പോ. കുട്ടിക്ക് ആ അണ്ടി പിരിഞ്ഞു കൊടുക്ക്. പിരിച്ചുട്ടാ പിരിഞ്ഞു കൊടുത്താ ഉണ്ണി, അത് പിരിച്ചു കൊടുക്ക്. മാങ്ങ അവന് കൊടുക്ക്, മാങ്ങ അവന് കൊടുക്ക്. മാങ്ങ അവന് കൊടുക്ക് ഉണ്ണി. അണ്ടി തിരിഞ്ഞിട്ട് മാങ്ങ കൊടുക്കടാ. അവന് മാങ്ങയ്ക്ക് വേണ്ടിട്ടാണേ. ആ പച്ചേ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇന്നേ ഇവിടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും പാടായിരുന്നു ഉപ്പേരി കേട്ടോ. അതെന്തായാലും നല്ല ഇഷ്ടമായിക്കണു. അതിങ്ങനെ പെറുക്കി തിന്നെയായിരുന്നു കേട്ടോ പണി. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നേരം കൂടി വിശേഷം എടുക്കാൻ സമയമില്ല കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.